യഥാർത്ഥമായി അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചപ്പോൾ മനുഷ്യരെങ്ങോട്ടും പോകാൻ മാത്രം അവന്റെ ഹൃദയങ്ങൾ ദുർബലമായി തീർന്നു. അതാണ് വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഖറഅന്നമാ ഹറ മിനസ് സമാഇ ഫതഖ്തഫുഹു അത്തൈറു ഔ തഹ്വീ ബിഹി അർരീഹു ഫീ മക്കാനിൻ സഹീഖ്. അല്ലാഹു പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്തി കഴിഞ്ഞാൽ അവൻ ആകാശത്തുനിന്ന് വീണ മാതിരിയാണ് എന്നാ. ആകാശത്തിന് മനുഷ്യനെ കൊണ്ട് വീഴാൻ നിൽക്കുക, ഓനൊരു പോയിന്റ് ഇങ്ങനെ കണ്ടുവച്ചിട്ട് നേരെ വന്ന് വീഴാൻ പറ്റുമോ? ഇല്ല. അങ്ങോട്ട് പാറും ഇങ്ങോട്ട് പാറും. അതെ, അല്ലെങ്കിൽ പക്ഷികൾ അവനെ കൊത്തിയെടുക്കും. ഏതെങ്കിലും അപകടകരമായ സ്ഥലങ്ങളിൽ പോയിട്ട് അവൻ വീണുപോകും. അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അതെ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചവന്റെ സ്ഥിതി ഇതാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ അള്ളാഹുവിൽ ആരെങ്കിലും അവിശ്വസിക്കോ അല്ലെങ്കിൽ പങ്കു ചേർക്കോ? ഇല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പണ്ടൊരാള് പറഞ്ഞു, ഒരറബി രാവിലെ ബിംബത്തിനടുത്ത് പോയിട്ട് ആരാധനകൾ അർപ്പിക്കുന്ന സ്വഭാവമാണ് മൂപ്പർക്ക്. അങ്ങനെ രാവിലെ ബിംബത്തിന്റെ അടുക്കലേക്ക് മൂപ്പർ ആരാധനാ വസ്തുക്കളുമായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരു കുറുക്കൻ ഇങ്ങനെ തലയിൽ മൂത്രമൊഴിച്ചു കൊടുക്കുകയാണ് ബിംബത്തിന്റെ. അങ്ങനെ കുത്തിരിക്കുന്ന ബിംബത്തിന്റെ തലയിൽ കരിങ്കല്ലാണല്ലോ. ഈ മനുഷ്യൻ ചിന്തിച്ചു, ഈ ആരാധനാ വസ്തുക്കളായിട്ട് പോയ മനുഷ്യൻ, വഷള്. അയാള് പറഞ്ഞു, വഷള്. ഇനി ഇന്ന് മുതൽക്ക് ഞാൻ എതിരില്ലട്ടോ. ഈ കുറുക്കൻ തലയിൽ മൂത്രമൊഴിച്ചിട്ട് അനങ്ങാതിരിക്കുന്ന ഈ ദൈവത്തിനാണോ ഞാൻ ആരാധിക്കുന്നത്? അവൻ എത്രമാത്രം നിസ്സാരൻ എന്ന് പറഞ്ഞുകൊണ്ട് പൂജാവസ്തുക്കൾ വലിച്ചെറിഞ്ഞ് തിരിച്ചു പോന്ന കഥയുണ്ട്. ഒരു നിമിഷം ചിന്തിച്ചപ്പോൾ അവന് ഹിദായത്ത് കിട്ടി. നമ്മുടെ സമൂഹം ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നേനെ. മുനമ്പത്ത് ജാറത്തിലേക്കും അതേ പ്രകാരമുള്ള ജാറങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന, അവിടെ 1000 ഉറുപ്പികൾ ചെലവഴിച്ചിട്ട് നേർച്ചകൾ അർപ്പിക്കുന്ന, അവിടെ കാര്യസാധ്യതത്തിന് വേണ്ടിയിട്ട് ജാറങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ആളുകൾ ഒരു നിമിഷം ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഒരവസരത്തില് ഏതോ ഒരു സ്ഥലത്ത് വെച്ച് വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ വീണപ്പോൾ രക്ഷ കിട്ടാതെ മുങ്ങി മരിച്ചുപോയി, അല്ലെങ്കിൽ ചത്തുപോയി. ഏതാണ് ജാതി എന്നറിയില്ല, എന്താണ് വർഗമെന്നറിയില്ല, പേരേതാണെന്നറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരു ശവം പൊന്നാനി കടപ്പുറത്ത് വന്നണഞ്ഞു. എന്നിട്ട് അവരെ പോലീസൊക്കെ വന്നിട്ട് നിങ്ങളെ ജാതിയാന്ന് തോന്നുന്നുണ്ട്, മറവ് ചെയ്തേക്കിന്ന് പറഞ്ഞു. അങ്ങനെ മറവ് ചെയ്തു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴ് ഒരാൾക്കൊരു കിനാവ്. എന്താ കിനാവ്? ഇത് ബീവിയാണ്. എല്ലാ അന്ധവിശ്വാസവും ഉണ്ടാവൊരു കിനാവുമല. ഏതാണ് ജാതി എന്നറിയില്ല, ഇത് ഞാൻ പറയല്ല. അതിൽ വിശ്വസിക്കുകയും അതിനുവേണ്ടി നേർച്ചപ്പാട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ നേർച്ചപ്പാട്ട് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ? ഊരും പേരറിയില്ല, മഷഹൂറും കൂറാവില്ല, ബഹുമാനര് നിറഞ്ഞുള്ള നാട് അത്, വെളിയങ്കോട് ഉമർക്കാലി കുഞ്ഞിമരക്കാരി ഷഹീദും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. അതായത് ഞാൻ പറഞ്ഞല്ല, അതിൽ വിശ്വസിച്ച് ഭക്തിയോടുകൂടി പാട്ടുണ്ടാക്കി റഹ്മത്തുമാല വിൽപ്പന നടത്തുന്ന, മുലക്കന ബീവിമാല വിൽപ്പന നടത്തുന്ന ആളുകൾ ഉണ്ടാക്കിയ പാട്ടാ. ഊരും പേരും അറിയില്ല, നാടാതാണെന്ന് അറിയില്ല, പേരും അറിയില്ല. എന്നിട്ടോ മഷഹൂറും കുറവില്ല, പ്രസിദ്ധി കുറവില്ല. ഈ കൗമുബിടെ ഉണ്ടാകുമ്പോ പ്രസിദ്ധി കുറയോ? എന്നിട്ട് ബഹുമാനപ്പെട്ട ബീവിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഈ ബഹുമാനപ്പെട്ട ബീവി വന്നണഞ്ഞിരിക്കുന്നത് പുതുപന്നാണിയാണ്, അഥവാ വെളിയങ്കോട്. വെളിയങ്കോട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട കുഞ്ഞിമരക്കാരി ഷഹീദായവരുടെയും ഉമർക്കാളിയുടെയും നാടാണ്. അങ്ങനത്തെ വെളിയങ്കോട്ടാണ് എന്നാ. വലിയ ബഹുമാനാണല്ലോ അത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറന്നു വീണ അതേ മക്കത്ത് തന്നെയാണ് അബൂജാഹിലും പിറന്നു വീണ്. വ്യത്യാസമുണ്ടോ? ഇല്ല. അതുകൊണ്ട് യാതൊരു വ്യത്യാസവും ഇല്ല. എന്നിട്ട് ആളുകൾ പറയുന്നത്, ബഹുമാനം പറയുന്നത് ഇതാണ്. പണ്ടൊരു കുട്ടി പരീക്ഷയ്ക്ക് എഴുതിയൊരു കഥ അറിയാറുണ്ട്. എന്താണെന്നറിയോ? പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി ചെന്ന് അവനോട് ചോദ്യമുണ്ട്, കുതിരയെ സംബന്ധിച്ച് 1.5 പേജിൽ കുറയാതെ എഴുതുക. കുതിരനെ പറ്റി ഓന് പറയുന്നത്,
അറിയുന്നത് എന്തേ ഉള്ളൂ, 4 കാലും 1 ബാലും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതെഴുതി. കുതിര എന്ന് പറഞ്ഞാൽ 4 കാലും 1 ബാലുമുള്ള ജന്തുവാകുന്നു. എന്നിട്ട് കുതിരൻ എന്താക്കി കയറിട്ട് കൊണ്ടുപോയിട്ട് തെങ്ങിനോട് കെട്ടി. പിന്നെ തെങ്ങിനെ പറ്റി അങ്ങോട്ട് എഴുതിയെന്ന. കുതിരനെ കെട്ടിയ തെങ്ങാണല്ലോ, 1.5 പേജ്. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമോ? ഇതുപോലെ മുനമ്പത്ത് ബീവിനെ പറ്റി പറയാൻ വേറൊന്നുമില്ല. കടപ്പുറത്ത് കിട്ടിയൊരു ശവത്തിനെ പറ്റി വല്ലതും പറയാനുണ്ടോ? പിന്നെ പറയുന്നത് ആ മുനമ്പത്ത് ബീവിനെ മറവ് ചെയ്ത സ്ഥലത്തിനെ പറ്റിയാ. പേരറിയില്ല. കുറച്ച് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോ ആ പാട്ടിങ്ങനെ മറച്ചു നോക്കിയിട്ട് ഒരു 2-3 പേജ് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോ പേരിട്ടി. എന്താന്നറിയോ? പാരം വളരുമാ നിറഞ്ഞുള്ള ബീവി ഫാത്തിമത്തു സുഹ്റ എന്ന പൂവി. ഇത്രയും ബഹുമാനം നിറഞ്ഞ ഈ ബീവിയുടെ പേര് ഫാത്തിമത്തു സുഹ്റ എന്നാണ്. ഇതാര് പറഞ്ഞു? അത് കിനാവ് കണ്ടതാണ്. ഞാന് പൊന്നാനിക്കടുത്ത് പോയിട്ട് പൊന്നാനി ചെന്ന് പ്രസംഗിക്കുമ്പോൾ അവിടെ നാളോട് പറഞ്ഞു, കൂട്ടരെ, ഈ കിനാവ് കണ്ട മനുഷ്യൻ കണ്ടത് കിനാവാണെങ്കിൽ ആദ്യം കാണിക്കേണ്ടത് ഈ പെണ്ണിന്റെ തറവാട് ഏതാണ്, വാപ്പ ഏതാണ്, നാട് ഏതാണ്, ഉമ്മ ഏതാണ് എന്നാ. അത് കാണാൻ പറയും. ഉള്ളന്ന് കാണൂലത്. കാരണം എന്താ അറിയോ? കണ്ട് ഇന്നാളാന്ന് പറഞ്ഞു പോയി, അല്ലെങ്കിൽ കള്ളത്തരം തന്നെ പറഞ്ഞു നിൽക്കുക. പിറ്റേന്ന് അവര് വരുമല്ലോ ജാറത്തിലെ പൈസന്റെ ഓരിക്ക്. ഉള്ളന്നും കാണൂല, വേണ്ടാത്തത് മുഴുവൻ കാണും. ഇതാണ് സത്യത്തിൽ ഇതിന്റെ പിന്നിലെല്ലാമുള്ള രഹസ്യം. ഓരോ ആളുകളുടെയും ഉദരപൂരണം. അതിനൊത്ത ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കും. അതിന് ചോദ്യലേലം കഥയിൽ കഥ തിരിച്ചു ചിന്തിക്കുന്ന സ്വഭാവവുമില്ല. കനകമലയില് ഒരു പാറുണ്ട്. അതിന്റെ അടുത്ത് പോയിട്ട് പല ആളുകളും നേർച്ചകൾ അർപ്പിക്കലുണ്ടല്ലോ. എന്താണ് സംഗതി എന്ന് ചോദിച്ചപ്പോഴ് അതൊന്നുമല്ല, അതൊരു മണ്ണാത്തി കല്ലായതാ. മണ്ണാത്തി കല്ലായതാ. അതെന്തേ? എങ്ങനെ? അത് അവളിങ്ങനെ വിറകും പെറുക്കി ഇങ്ങനെ നടക്കുമ്പോ ഒരു ഔലിയനെ കണ്ട്. ഔലിയ പറഞ്ഞ ആരോടും ഈ പറയണ്ടട്ടോ. ഓളില്ല, ഞാൻ ആരോടും പറയില്ല, എന്നാ ഞാൻ നന്നാവും, നീ ഗുണം പിടിക്കും, നിനക്ക് നേമത്തൊക്കെ ഉണ്ടാവും, ഇന്നെ കണ്ടത് ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അവളൊന്നും പറയില്ലാന്ന് വിചാരിച്ചിങ്ങനെ പോരുമ്പോ വിചാരിച്ചു, എന്നാലും എന്റെ ഭർത്താവിനോട് ഞാനൊന്ന് പറയൂന്ന് വിചാരിച്ച പാട് കല്ലായി പോയിന്നാ. പിന്നെ ആര് പറഞ്ഞു ഇവള് ഔലിയനെ കണ്ടിനൂന്ന്? അതേ ചോദ്യല്ലേലോ. ഇവളിങ്ങനെ വിചാരിച്ചു എന്ന് ആര് പറഞ്ഞു? അവിടെയും ചോദ്യമല്ല. പിന്നെ ഇവളാണ് കല്ലായത് എന്നോ? അത് പറഞ്ഞത് എന്റെ അതിൽ കവിഞ്ഞ് ഇതിന് തെളിവ് ആവശ്യമല്ലാന്ന്. എന്ത് കറാമത്തുങ്ങൾ നോക്കി. ഈ ഔലിയാക്കന്മാരെ കറാമത്ത് പറയുന്ന സമയത്ത് ഈ കറാമത്തിന് വളരെ തുച്ഛം കാര്യം മതിയല്ലോ. ആളുകൾ വിശ്വസിക്കും, ഓ നല്ലത് തന്നെ, നല്ല കറാമത്ത് തന്നെ, നല്ല കറാമത്ത് തന്നെ. എന്താ ഇബിലീസിന്റെ പ്രേരണ ഉണ്ടാവും വിശ്വസിക്കാനേ. ഏത് വരെയെന്ന് ചോദിച്ചാല് ഈ കുട്ടികളുണ്ടല്ലോ തീപ്പെട്ടിയിൽ കൊള്ളി എടുത്തിട്ട് ഒരു ഭാഗത്ത് വെച്ച് മറുഭാഗം കാലിയാക്കി ഇങ്ങനെ കളിക്കുന്നത്. അതിൽ കൊള്ളിയുണ്ടോ? ഇല്ല. ഇതിൽ കൊള്ളിയുണ്ടോ? ഉണ്ട്. ഇതൊരു കറാമത്താവോ? ഇന്നുള്ള 2 വയസ്സുള്ള കുട്ടീനോട് പറഞ്ഞാൽ കറാമത്താൻ സംഭവിക്കൂല. എന്നാല് മഞ്ഞക്കുളം മാലയില് മഞ്ഞക്കുളം ശൈഖന്റെ കറാമത്താണ്. കോലില്ല തീപ്പെട്ടിയില് തീക്കൊള്ളി കാട്ടിയോർ കോട്ടിയം കൊണ്ടോനെ നിക്കുസാൻ വരുത്തിയോർ. അതെ, അതൊരു കറാമത്താണ്. തീപ്പെട്ടി കൊള്ളി കാണിക്കലേ അതൊക്കെ അന്ന് വലിയ കറാമത്തായിരുന്നു. കാരണം ഇവനെ ചിലപ്പം ബുദ്ധിയുള്ളവനുണ്ടാവും. അതുകൊണ്ടാണല്ലോ ബാക്കിയുള്ള ആളുകളെ മുഴുവൻ ഇപ്പം പിഴിഞ്ഞു പിടിക്കുന്നത്. ഇങ്ങനെ ഒരു സമർത്ഥൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മുഴുവൻ ആളുകളുടെയും പണവും ശക്തിയും അതേ പ്രകാരമുള്ള സ്വാധീനങ്ങളും കൈവശപ്പെടുത്താൻ പറ്റുന്ന ഒരു മാർഗമാണ് ഈ ഔലിയായി ചമയൽ എന്ന് ചില ആളുകൾ മനസ്സിലാക്കിയിട്ട് ഔലിയായിട്ട് ഇങ്ങനെ ചമന്ന് നടക്കുക. അവര് ഒരൗത്തൻ ഔലിയായി കഴിഞ്ഞാൽ അവന് അദൃശ്യമായ കാര്യങ്ങൾ അറിയാൻ കഴിയും. അതേ പ്രകാരം ഞാൻ വിളിച്ചാ വിളി കേൾക്കാൻ പറ്റും. കൂട്ടരെന്നാ പിന്നെ അല്ല ഇവനുമായിട്ട് എന്താ വ്യത്യാസം? അത് ഇടക്കാലത്തുണ്ടായതിൽ ഔലിയാക്കന്മാരാണ്. മൊഹീദ്ദീൻ ശൈഖിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇനി മൊഹീദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് എന്നെ പറയാണെന്ന് നിൽക്കുക. ഈ അള്ളയും ഈ ഔലിയും എവിടെയാ വ്യത്യാസപ്പെടുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. അള്ളാന്റെ സിഫത്ത് പോലത്തെ മുഴുവൻ സിഫത്തും യാ ശൈഖ് യാ മൊഹീദ്ദീൻ എന്ന് വിളിച്ചാൽ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി കേൾക്കും. ദുന്യാവില് കാക്കാൻ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിക്ക് കഴിയും. ആഖിറത്തിൽ ചെന്നാലോ അവിടെയും കാക്കാൻ കഴിയും. അതെ അതെ, വനജ്ജിനി മിൻ ലല്ലാഫിഹാ മഹാലികുഹാ സുൽത്താന കുല്ലി വലിയ്യിൻ മുഹിയദ്ദീൻ.
വനജ്ജിനീ മിൻ ലളാ, ലളാ എന്ന നരകത്തിൽ നിന്ന് എന്നെ അങ്ങ് രക്ഷിക്കണമേ. ഞാൻ ആരോടാണ് ഈ പറയുന്നതെന്നറിയാമോ? സുൽത്താന കുല്ലി വലിയും മുഹിയദ്ദീനി, എല്ലാ ഔലിയാക്കന്മാരുടെയും നേതാവായ സുൽത്താനായ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയോടാണ് ഞാൻ ഈ പറയുന്നത്. ഖുത്ബിയത്തിലെ വരിയാണിത്. നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയോട് പ്രാർത്ഥിക്കുകയാണ്. എന്നാ കൂട്ടരെ, പടച്ചോനും ഈ ഷെയ്ഖുമായിട്ട് എന്താ വ്യത്യാസം? ഷെയ്ഖും പടച്ചോനായിട്ട് വ്യത്യാസപ്പെടുന്നത് എവിടെയാണ്? പണ്ട് മൊല്ലാക്കനോട് ചോദിച്ചത്ര ഒരാള്, അല്ല മൊല്ലാക്കെ, ഈ ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിങ്ങൾക്കറിയില്ലേ? ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ അതിന്റെ തല പിന്നോട്ടാണ്. ഓ, ഇപ്പൊ മനസ്സിലായി. അതിന്റെ കാലോ അതും പിന്നോട്ടാ, അതിന്റെ വയറോ അതും പിന്നോട്ട് തന്നെ, നെഞ്ചും പിന്നോട്ട് തന്നെ. എന്നാ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാന്ന് പറഞ്ഞാ പോരെ എന്ന് ചോദിച്ചു. ഇതുപോലെ അള്ളാന്റെ കഴിവ് ശൈഖനുണ്ട്, അള്ളാന്റെ കേൾവി ശൈഖനുണ്ട്, അള്ളാന്റെ കാഴ്ച ശൈഖനുണ്ട്, അള്ളാഹുവിന്റെ അറിവ് ശൈഖനുണ്ട്, അള്ളാഹുവിന്റെ കുദ്റത്ത് ശൈഖനുണ്ട്, അള്ളാഹുവിന്റെ ഇറാദത്തുണ്ട്. എന്താ ഇപ്പൊ ശൈഖന് കുറവ്? എന്നാ അള്ളാഹ് എന്നായിട്ട് പറഞ്ഞാ പോരെ? പേര് മാറ്റിക്കൊണ്ട് കാര്യായോ? പഞ്ചസാരയുടെ ഭരണിയുടെ മുകളിൽ കുരുമുളകെന്ന് എഴുതി വെച്ചാൽ ഉറുമ്പ് കിടക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന വിഡ്ഢിയുടെ ഈമാനല്ലേ സത്യസ്നേഹിതന്മാരെ ഇവനുള്ളത്? അള്ളാഹുവിനുള്ള മുഴുവൻ കഴിവുകളും അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അംഗീകരിച്ചിട്ട് എന്നിട്ട് ഇവൻ അള്ളാന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ലട്ടോ, അള്ളാന്നല്ല വിശ്വസിക്കേണ്ടെന്ന് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, യാതൊരു ആരാധ്യനുമില്ല തന്നെ, ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ, അല്ലാഹു എന്ന് പറഞ്ഞ ശക്തിയല്ലാതെ മറ്റൊരാരാധ്യ വസ്തുവുമില്ല എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. അള്ളാഹുവിനെ പോലെ വേറൊരാളില്ല എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ കഴിവ് പോലെ കഴിവുള്ള, അള്ളാഹുവിന്റെ കേൾവി പോലെ കേൾവിയുള്ള, അള്ളാഹുവിന്റെ കാഴ്ച പോലെ കാഴ്ചയുള്ള സ്നേഹമുള്ള സഹോദരന്മാരെ, അതേ പ്രകാരമുള്ള അള്ളാഹുവിന്റെ വിശേഷണങ്ങളുള്ള യാതൊരു ശക്തിയും ലോകത്തിലില്ല എന്ന് നാം അള്ളാഹുവിനോട് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോഴാ തൗഹീദ് ഉണ്ടാകുന്നത്. അങ്ങനത്തെ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അങ്ങനത്തെ ശക്തിയോട് മാത്രമേ ആരാധന അർപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞങ്ങൾക്ക് പുതിയതൊന്നും പറയാനില്ല, പുതിയൊരു കാര്യം ഈ സമൂഹത്തിന് മുമ്പിൽ വെക്കാനില്ല. ഞങ്ങൾ പറയുന്നത് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ച് പ്രാർത്ഥിച്ച പടച്ച തമ്പുരാനോട്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ച് പ്രാർത്ഥിച്ച പടച്ച തമ്പുരാനോട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ച് പ്രാർത്ഥിച്ച പടച്ച തമ്പുരാനോട്, മൂസാ നബിയും ഈസാ നബിയും വിളിച്ച് പ്രാർത്ഥിച്ച പടച്ച തമ്പുരാനോട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ മരണപ്പെട്ടു പോയിരിക്കുന്ന ആളുകളോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യെങ്കില് മുഹമ്മദ് നബി ബദറിലേക്ക് വിളിച്ചിരുത്തേണ്ട കൂട്ടരെ, നിങ്ങൾക്കറിയില്ലേ ബദറിൽ എന്തിനാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്യാൻ പോയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച മുഅ്മിനുകൾക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി. എന്നിട്ടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 300 ചില്ലാനം സഹാബികളെയുമായി ബദറിലെത്തി ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടി. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ 1000ഓളം വരുന്ന ധീരശൂര പരാക്രമികളായ, മുഴുവൻ ആയുധങ്ങളും തികഞ്ഞ, പിൻബലമുള്ള, ഭക്ഷണമുള്ള, വസ്ത്രങ്ങളുള്ള, കുതിരകളുള്ള, എല്ലാവിധത്തിലുമുള്ള സന്നാഹങ്ങളോടുകൂടിയിട്ട് അവർ വന്നിരിക്കുന്നു. അതേ സമയത്ത് ഇവിടെയുള്ളത് ആരാണ്? ആയുധങ്ങളില്ലാത്ത, കുതിരകളില്ലാത്ത, ഭക്ഷണമില്ലാത്ത, അതേ പ്രകാരം വാളില്ലാത്ത, പരിചയമില്ലാത്ത പാവപ്പെട്ട സഹാബികൾ. അവർക്ക് പിൻബലമില്ല. അവർക്കൊരേ ഒരു പിൻബലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിന്റെ പിൻബലം. അവർ ശത്രുക്കളിലേക്ക് ഇറങ്ങി യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഘോഷത്തിലേക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കുകയാണ്, നാഥ അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദർ റഹ്ത ഫലം തുഅബദ്, നീ എങ്ങാനും ഈ പാവപ്പെട്ട എന്റെ സഹാബികളെ ഇവിടെ വെച്ച് പരാജയപ്പെടുത്തുകയാണെങ്കിൽ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന യാതൊരാളും ഈ ഭൂമുഖത്തുണ്ടാവുകയില്ല രക്ഷിതാവേ. അതുകൊണ്ട് ഈ പാവപ്പെട്ട സഹാബികളെ നീ സഹായിക്കണമേ തമ്പുരാനേ. ആര്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞുപോയ നൂഹ് നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചില്ല, ആദം നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചില്ല, ഇബ്രാഹിം നബിയെയും മൂസാ നബിയെയും ഈസാ നബിയെയും വിളിച്ച് പ്രാർത്ഥിച്ചില്ല.
എന്തിനേറെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പ്രധാനമായി ഉച്ചരിച്ച, അഥവാ ഉച്ചരിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്ന് പ്രഖ്യാപിച്ച 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ മാത്രം കഴിഞ്ഞുപോയിട്ട് ആ പ്രവാചകന്മാരെ വിളിച്ചാ പോരായിരുന്നോ? ബദറിലേക്ക് വിളിച്ചോ? ഇല്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ചവൻ ഉത്തരം ചെയ്തു. അള്ളാഹു ആ കാര്യം പറഞ്ഞു, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം. അങ്ങനെ ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. തുടരെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന 1000-ഓളം വരുന്ന മലക്കുകളെ കൊണ്ട് ഞാൻ ഇതാ നിങ്ങളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകി. ഓർക്കുക എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. ഇതേ പ്രകാരമുള്ള ആപൽ ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്, സഹാബികൾ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. അതേ പ്രകാരം ആപൽ ഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. കാരണം മനുഷ്യന്റെ മനസ്സറിയുന്ന, മനുഷ്യന്റെ ആത്മാർത്ഥത മനസ്സിലാക്കാൻ കഴിയുന്ന, മനുഷ്യന് ഉപകാരം ചെയ്യാൻ കഴിവുള്ള ഒരു ശക്തി ഈ ലോകത്തിലുണ്ടെങ്കിൽ പടച്ച തമ്പുരാൻ മാത്രമാണ്. അതുകൊണ്ട് ആ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ആ റബ്ബിനോട് സഹായം അർത്ഥിക്കുക. ആ റബ്ബിനായിരിക്കട്ടെ ആരാധനകളുടെ മുഴുവൻ അംശങ്ങളും. പകുതി അള്ളാഹു അല്ലാത്ത ആളുകൾക്കും പകുതി അള്ളാഹുവിനും ഭാഗിച്ചു കൊടുക്കാതെ ആരാധനകൾ മുഴുവനും ആ റബ്ബിന് അർപ്പിക്കുക. അപ്പോഴാണ് നമ്മൾ മുഅ്മിനീങ്ങളാകുന്നത്, മുസ്ലിംകളാകുന്നത്. മനസ്സിലായോ?